ഹായ് ഫ്രണ്ട്സ്, അജന്തി പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നേ നമ്മുടെ സ്വിഗ്ഗിയിൽ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെക്കാളും മുമ്പേ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക. അവിടെ മീൻകാരൻ വിളിക്കുന്നുണ്ട്, അവൾക്ക് പോകാനൊരു താല്പര്യമില്ലാണ്ട് ഇവിടെ നിൽക്കുകയാണ്. എന്നെ എന്താ പറയുക, ഞാൻ ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കാല് ഇങ്ങനെ ഒരച്ച് നടക്കുക. അവൾക്ക് വലിയ താല്പര്യം തോന്നുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ നിൽക്കുകയാണ് എനിക്ക് കൂട്ടിന്. ഞാനിപ്പോൾ ഇവളുടെ അടുത്താണ് കേട്ടോ കൂടുതൽ നേരവും സമയവും സംസാരിക്കലും വർത്തമാനം പറയലും ഒക്കെ ഉള്ള കൂടെയാണ്. ഇതൊരു ശരിക്കും പറഞ്ഞൊരു തെറാപ്പിയാണ്. പൂച്ചകൾ പക്ഷെ അകത്ത് കയറ്റാറില്ല, അകത്ത് വരുന്നത് എനിക്കിഷ്ടമല്ല. പുറത്ത് തന്നെയാണ് അവളെ നോക്കണതും ഒക്കെ. അപ്പം ഇവളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്കിതിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പാവം തോന്നും. പക്ഷെ ഇവിടെ വരുന്നവരൊക്കെ ഉള്ള ഓടിപ്പിക്കും. വരുന്ന കുറേ എൻ്റെ ഡുണ്ടുമോനെയൊക്കെ ഉള്ള ഓടിപ്പിക്കും. ഡുണ്ടുമോന് വന്ന് ചോദിക്കും എന്താ അവിടെ നിന്ന്. അപ്പം എന്നാലും അവരെ ഓടിപ്പിക്കും അവരെയൊക്കെ. സുന്ദരി, ഡുണ്ടുമോനെ എന്തിനാ ഓടിപ്പിക്കണേ? അങ്ങനെ പൂച്ചേനെ കളിപ്പിക്കലും പിന്നെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പച്ചക്കറികളൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം വാങ്ങിച്ചു, പച്ചമുളക് മാത്രം വാങ്ങിക്കാനായിട്ട് വിട്ടുപോയി. കുറച്ച് പച്ചക്കറികൾ മേടിച്ചു. വിലക്കുള്ള വകയിൽ ഉണ്ണിപ്പിണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നേ. ഉണ്ണിപ്പിണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 16 രൂപയൊക്കെ പറയണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിപ്പിണ്ടി. അപ്പോൾ അത് അതുകൊണ്ട് അപ്പോൾ ബീട്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീട്രൂട്ട് എടുത്തിട്ട് ലേശം ഉപ്പേരി ഞങ്ങൾ വെച്ചു, കുറച്ച് ഉപ്പേരി വെച്ചു കേട്ടോ. അപ്പോൾ പൂച്ച അവൾക്ക് ഉള്ള ചോറൊക്കെ ഉണ്ട്, ഫ്രിഡ്ജിലുണ്ട്. പിന്നെ ഇന്നലെ മീൻ മേടിച്ചതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇതിങ്ങനെ സെറ്റാക്കി വെച്ചു. അപ്പം അങ്ങനെ ബീട്രൂട്ട് ഉപ്പേരി സെറ്റായി. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടേ നമുക്ക് മീൻ കറി വയ്ക്കാനുണ്ട്. ചാള, നല്ല നെയ്ച്ചാള ഉണ്ടായിരുന്നു, അതെടുത്ത് കറി വയ്ക്കാം. നെയ്ച്ചാള ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് കറി പോലെയാണ് വെക്കണത് കേട്ടോ. ഇത്തിരി ഒരു തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മുളക് കറി ആയിട്ട് തന്നെ വെക്കുന്നുള്ളൂ, കുറച്ചെടുത്തിട്ട്. അപ്പോൾ നാളീരം പാല് നാളീരത്തിലൊക്കെ വെക്കണതെന്ന് കണ്ടൂല. ഇനി മുളക് കറി വയ്ക്കാം നമുക്ക് കേട്ടോ. കുറച്ച് സവാളയും ഇഞ്ചിയും കൂടിയിട്ടു. ഞാൻ പറഞ്ഞില്ലേ വേപ്പിൻ്റെ എല്ലാം വാങ്ങിച്ചിട്ടില്ല, അപ്പം അതില്ല. ഒരു തക്കാളിയുമ്മ കണ്ടില്ലേ, തക്കാളിയുടെ തലേമേടി കിട്ടിയാണ്. ഒരു കൊണ്ടുപോയി മുടിയിട്ട് വെച്ചോണ പോലെയൊക്കെ ഉണ്ട്. അപ്പം അത് ഈ തക്കാളിയായിട്ട് ഇടുന്നത്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയെ ചേർക്കുന്നുള്ളൂ. മുളക് കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ചുമന്നിരിക്കാൻ വേണ്ടിയിട്ടാ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഇത്തിരി മുളക് പൊടി അങ്ങനെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി അങ്ങോട്ട് ആയിക്കോട്ടെ. മുളക് ചാറാവുമ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ. ഒരു 3 സ്പൂൺ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുളക് ചാറ് നന്നായിട്ട് മുളക് ചാറ് ആക്കിയിട്ട് എടുക്കാം നമുക്ക്. അതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടാവുക. ഞാൻ കുറച്ച് ഉപ്പുപൊടി ചേർക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി ഉപ്പുപൊടി ഇങ്ങനെ കിടക്കട്ടെ. ഇതാവുമ്പോൾ ഇത്തിരി ഉപ്പൊക്കെ പിടിക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് ഈ ഉള്ളിയും പെട്ടെന്ന് വഴഞ്ഞിട്ട് കിട്ടും. കുറച്ച് ഉപ്പിട്ടാം. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം വീണ്ടും. കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്തിട്ടുണ്ട്. മുളക് മൂത്തു എന്നുള്ളതിന് ഞാൻ ചൊടിച്ചു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുടംപുളി ചേർത്ത് വിട്ടത്തിരി. ഞാൻ ഇത്തിരി അല്ല കേട്ടോ കുടംപുളി എന്ന് പറയുന്നത്. കുടംപുളി ഒരു കഷ്ണം കുടംപുളി, അത്യാവശ്യം വലിപ്പമുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ചൂടാ വെള്ളം ചേർക്കാം. ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഈ തക്കാളി അങ്ങ് വറ്റിച്ചെടുക്കണം. അത് തക്കാളിയും ഇതൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് പിന്നെ മീനൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഒന്ന് വറ്റി ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കണം. ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. തക്കാളി ഇവിടെ എടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഇനി നമുക്ക് കുറച്ച് മീനൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. പണ്ടൊക്കെ ഇതായിരുന്നു, നല്ല നെയ്ച്ചാളൊക്കെ കിട്ടാൻ കുറേ ഈ സീസണിലൊക്കെ നമ്മൾ ഭയങ്കര അപൂർവം. ഇപ്പം നല്ല വിലയാണ്. 280 ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ചേട്ടൻ പറഞ്ഞു ആവശ്യത്തിന് സമയത്തിന് വരുമ്പോൾ അത് മേടിച്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണത്. ഞാൻ ഒരു 4 കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് വേറെ രീതിയിൽ കറി വയ്ക്കണം വേറെ ദിവസം. അപ്പം അത് നമുക്ക് കാണണ്ടേ, നിങ്ങൾ
നിങ്ങൾക്കൊക്കെ കാണണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കത് മാറ്റി കൊടുക്കാം. നമുക്ക് അതും പോരാതെ ഞാൻ വേറൊരു സംഭവം കൂടി ചേർക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ് പലിഞ്ഞേനും കൂടി ചേർക്കുന്നത് കേട്ടോ. പലിഞ്ഞേനും കൂടി ചേർക്കാണ് ഈ പലിഞ്ഞ ഒരു വേവ് തള വന്നിട്ട് ചേർത്താൽ മതിയായിരുന്നു. സാരല്ലേ, എടുക്കട്ടെ. പലിഞ്ഞേനും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പലിഞ്ഞേനും കിട്ടിയിരുന്നു. നെയ്ച്ചാളേക്കാട്ട് നല്ല പലിഞ്ഞേനും ഒക്കെ ഉണ്ട്. അപ്പം അതോടെ നന്നായിട്ട് വേവട്ടെ കേട്ടോ. അങ്ങനെ ചാള കുറുകി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നെയ്ച്ചാള നല്ല പോലെ മത്തിന്നും എന്തൊക്കെ പറയാം പലിഞ്ഞാനൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ ചെറുതീയിൽ ഇട്ട് വെച്ച് ഒരു 15 മിനിറ്റോളം വേവിച്ചെടുത്തു കേട്ടോ. അത് നല്ല രസമല്ലേ ഇതിങ്ങനെ കാണാൻ തന്നെ. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. പിന്നെ ചട്ടിന്ന് പെട്ടെന്ന് മാറ്റും. അലുമിനിയം ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാനത് ഈ ചട്ടിന്ന് പെട്ടെന്ന് മാറ്റും. പിന്നെ എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ. സാധാരണ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ വേപ്പിലിട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഞാൻ ഇതിൽ ഒഴിക്കുന്നില്ല. ഒഴിക്കാത്തത് കാരണം നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനിയൊരു വെളിച്ചെണ്ണയും കൂടിയും വേണ്ട. അത്യാവശ്യം എണ്ണയൊക്കെ നെയ്ച്ചാളയിലുണ്ട്. അപ്പോൾ അങ്ങനെ അതിനാണല്ലോ നെയ്ച്ചാള എന്ന് പ്രത്യേകം പറയുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകം ഒരു എണ്ണ കൂടി നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ചീനച്ചട്ടി നമ്മൾ ആദ്യമേ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണല്ലോ ഉള്ളിൽ മൂപ്പിച്ചെടുത്ത് സവാള വഴറ്റിയെടുത്തത്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൂട്ടാനൊക്കെ സെറ്റായതിനു ശേഷം ഞാൻ സുന്ദരിക്ക് ചോറ് കൊടുക്കാനായിട്ട് പോയി. മീൻ തലയുണ്ടായിരുന്നു. ചാളമീൻ്റെ തലയും പല മീനിൻ്റെയും തല ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട് നമ്മൾ കടയിലേക്ക് പോകുമ്പോൾ സമയത്ത് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടു. അവൾ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയിട്ടാണ് കേട്ടോ അത് ആ സാധനം പോയത്. അവൾക്ക് മീനിൻ്റെ മണം വന്നപ്പോൾ കൊതി അടിച്ചിട്ടേ ഇത്തിരി വെപ്രാളം കാണിക്കുമല്ലോ. അപ്പം ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ക്യാമറ അത് എൻ്റെ ഫോണും ഫോൺ വീണില്ല. അങ്ങനെ ചോറ് അതിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് പോയി. അവൾക്ക് അപ്പം ആ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ച് പുറത്തേക്ക് വീണപ്പോൾ അത് ഇരുന്ന് പറക്കി കഴിക്കുക. നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ഇന്നിരുന്ന് നല്ല പോലെ ചോറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോഴേ ഇവൾക്ക് ഞാനൊന്ന് നീങ്ങിയിട്ട് വേണം കാക്കകൾക്ക് കഴിക്കാൻ. വിരുന്നുകാരിങ്ങനെ എൻ്റെ ഊഴം ഞാനൊന്നും ഇതൊന്നും പോയെങ്കിൽ ഞങ്ങൾക്കൊക്കെ എടുത്ത് കഴിക്കായിരുന്നു എന്നുള്ള ഭാവത്തിലല്ല എല്ലാവരും ഓടി ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് അവിടെ. അത്രയും ഇതായിട്ടാണല്ലോ അവരുടെ സന്തോഷവും എല്ലാ പണികളും കഴിഞ്ഞു വരുമ്പോഴേക്കും സമയം ഒത്തിരി ആയിട്ടോ. 2 മണിയായി. ഞാൻ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു വന്നപ്പോൾ ഏട്ടന് ചോറ് കൊണ്ടുപോകാത്തത് കാരണമാണ് എനിക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്ത് എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് നമുക്ക് ഉച്ചയായല്ലോ, ഇനി ഞാൻ ഒന്ന് ഭക്ഷണം കഴിക്കണം, കുളിക്കണം, ഭക്ഷണം കഴിക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി പണികളാണെന്ന് സുന്ദരിയുടെ കൂടെ തുടക്കം അവസാനമൊക്കെ സുന്ദരിയുടെ കൂടെയും കൂടെ ആവട്ടെ ഇന്നത്തെ ദിവസത്തെ എൻ്റെ വീഡിയോ ഡെയിലി വ്ളോഗ് കേട്ടോ. എല്ലാവർക്കും അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ. എന്ത് ഇൻട്രസ്റ്റ് ആണെന്നറിയോ. അതേസമയം തൈര് കുട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ കുറച്ച് കഴിച്ചിട്ട് മാറി നിൽക്കുന്ന ആളാട്ടോ. കഴിക്കുന്നത് കണ്ടില്ലേ.